ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മീഡിയ. ഇവിടെ റിവ്യൂ ചെയ്യാൻ വന്ന പടത്തിൻ്റെ പേര് വാത്യാർ. പടത്തിൽ അഭിനയിച്ചത് കാർത്തി, പിന്നെ കൃതി ഷെട്ടി, സത്യരാജ്, നിഴകൽ രവി, പിന്നെ രാജ് കിരൺ, ആനന്ദ് രാജ് എന്നിവരാണ്. പറയാൻ മറന്നിട്ട് കുറച്ച് ആൾക്കാരുടെ കൂടി പേര് പറയാനുണ്ട്. പിന്നെ കരുണാകരനാണ്, തമിഴ് കോമഡിയനായിട്ടുള്ള കരുണാകരനുണ്ട്. പിന്നെ ക്യാമിയായിട്ട് രമേശ് തിലകും, പിന്നെ നമ്മുടെ അങ്ങേരുടെ പേര് ബോബി സിംഹ ഉണ്ട്. ഇതൊക്കെയാണ് ലാസ്റ്റ് വോയിസ്. ഇനി ഡയറക്റ്റഡ് ബൈ നടൻ കുമാരസ്വാമി, മീൻസ് ചൂടുകാവും സിനിമയുടെ ഡയറക്ടറാണ്. അദ്ദേഹം തന്നെയാണ് ഈ സിനിമ റേറ്റും ചെയ്തിരിക്കുന്നത്. പിന്നെ പടത്തിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണനാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ബൈ ജോർജ് സി വില്യംസ് ആൻഡ് എഡിറ്റഡ് ബൈ വെട്രി കൃഷ്ണൻ. ആരുടെ ഈ സിനിമയുടെ സ്റ്റണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ആരെയും ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ശ്രദ്ധിക്കാൻ പറ്റിയില്ല, മൈ മിസ്റ്റേക്ക്. എന്തായാലും പടം കണ്ടു ചോദിച്ചു. It's an above average film. I gave 7/10. പടത്തില്ല നെഗറ്റീവ് സോഴ്സ് പറയാം. ഫസ്റ്റ് ഈ കാർത്തിയാണ് സിനിമയിൽ, ഞാൻ പറഞ്ഞില്ല, കാർത്തിയാണ് നായകൻ. വില്ലൻ എന്ന് പറയണത് ഈ സിനിമയിൽ വില്ലൻ എന്ന് പറയണത് സത്യരാജാണ്. അപ്പോൾ ഒരു ഫേസ് ഓഫ് ഈ സിനിമയിൽ ഫേസ് ഓഫ് വരുന്ന സീൻസ് ഈ സിനിമയിൽ ടോട്ടൽ 1, 2, 3 സീൻസ് ഉണ്ട്. അതിൽ 3 അതൊക്കെ ഇവർ രണ്ടുപേരും ഫേസ് ഓഫ് വരുന്ന സീൻസിൽ കട്ട കോമഡിയാണ്. മീൻസ് ഇത് ഇവർ കോൺവേർസേഷൻ പറയണത്, കോൺവേർസേഷൻ നമുക്ക് കേൾക്കുമ്പോൾ ശരിയാണോ വരണത് പണിച്ച് എന്നുള്ള മാതിരിയാണ്. കട്ട കോമഡി ആക്കിയ ശരിയാണ്. പിന്നെ ബോബി സിംഹയായിട്ട് ക്യാമിയുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങേരെ എന്തിനോ കൊണ്ടുവന്ന മാതിരി തോന്നി. പിന്നെ സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ലീഡുണ്ട്, അതെന്തിനാ എന്ന് ചോദിച്ച മാതിരിയായിപ്പോയി. അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം പിന്നെ ബാക്കിയെല്ലാം ഓക്കെയാണ്. പിന്നെ ഹൈലി പോസിറ്റീവ്സ് വോയിസ് നോക്കുകയാണെങ്കിൽ കാർത്തി, രാജ് കിരൺ, പിന്നെ മ്യൂസിക് ആൻഡ് BGM ആൻഡ് സിനിമാറ്റോഗ്രഫി, പിന്നെ സ്റ്റണ്ട്. ഇതൊക്കെയാണ് ഈ സിനിമയൊക്കെ മെയിൻ പോസിറ്റീവ്. പിന്നെ സ്റ്റോറിയും ഒരു ഹൈലി പോസിറ്റീവാണ്. അത്യാവശ്യം ഇതൊക്കെയാണ് എനിക്ക് ഹൈലി പോസിറ്റീവ്സായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ ബാക്കിയെല്ലാം പോസിറ്റീവ്സ്. സീസായിട്ടെന്ന് കേട്ട് സീസ തന്നെയാണ്. പിന്നെ ഈ സിനിമ കാണാൻ പോയത് 3:7 ബീവറിലുമായിട്ടാണ്. എൻ്റെ ഇൻസിഡൻറ്റ് എന്തായാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു ആവറേജ് ഫിലിമാണ് ഫീൽ ചെയ്തിരുന്നത്. പിന്നെ ഒരു കാര്യം, എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല എന്നുള്ളൊരു ഫോർമാറ്റ് സിനിമയാണിത്. അപ്പോൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഈ സിനിമ നമ്മുടെ തുക്ലത്തർ പറഞ്ഞ സിനിമയിലൂടെ വിജയ് സേതുപതിയുടെ ആ സിനിമയുടെ സ്റ്റോറിയൊക്കെ നൈസാണ്. ആ സിനിമയുടെ സ്റ്റോറി തന്നെയാണ് സിനിമയ്ക്ക്. ബട്ട് ആ സിനിമ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് മര്യാദയ്ക്ക് എടുത്ത് സെക്കൻഡ് ഹാഫ് കച്ചറാക്കി വെച്ചിരുന്നത് മേലെന്ന്. ബട്ട് അത് ഇവിടെ തിരുത്തിയിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം, ആ സിനിമയുടെ സിനിമ ഡയറക്ടർ വേറെ ആയിട്ട്, അത് വേറെ കാര്യം. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതൊന്നും പറയണത്, ഇതെന്നെ വെച്ചൊന്നും. എന്തായാലും എനിക്ക് ഇത്ര പറയാനുള്ളൂ. നിങ്ങളുടെ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാകും. ബൈ ബൈ. ഡെൽറ്റ ബസ്കസ്.